നമസ്കാരം. വർഷങ്ങളായി, ഒരുപക്ഷെ വളരെ വർഷങ്ങളായി തിരുവനന്തപുരത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. പക്ഷെ ചരിത്രത്തിലാദ്യമായി വലിയ പ്രതിസന്ധികളുണ്ടായി. എന്നാൽ കോർപ്പറേഷൻ്റെയും മേയറുടെയൊക്കെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് പ്രതിസന്ധികൾ പലതും മാറി. അതേസമയം വി രാജേഷും തിരുവനന്തപുരം കോർപ്പറേഷനും വലിയ ഗ്രഹപാഠം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് കിട്ടുന്ന ഒരു പാഠം. പൊങ്കാല തുടങ്ങുന്നതിന് 10 ദിവസം മുമ്പ് 9ഓളം വാർഡുകളിലാണ് ആറ്റുകാൽ ക്ഷേത്രം നിൽക്കുന്ന ആറ്റുകാൽ, മണക്കാട്, കാലടി തുടങ്ങിയ കരമന തുടങ്ങിയ 9 വാർഡുകളിലാണ് കുടിവെള്ളം മുടങ്ങിയത്. വാട്ടർ അതോറിറ്റിക്ക് അറിയാം, അവർക്ക് മെയിൻ്റനൻസ് നടത്തണം, അവർക്ക് വാൽവിൻ്റെ പ്രശ്നമുണ്ട്, പമ്പിൻ്റെ പ്രശ്നമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അത് വാട്ടർ അതോറിറ്റിക്ക് അറിയാം. എന്തുകൊണ്ട് അവർ അത് മുൻകൂട്ടി ചെയ്തിട്ട് ഒരു വളരെ കൃത്യമായൊരു പ്രിക്കോഷനിലേക്ക് അവർ പോയില്ല? റോഷി അഗസ്റ്റിൻ മന്ത്രി അവസാനമൊക്കെ വന്ന് ഞങ്ങൾ കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴും ആദ്യ ദിവസം, തുടക്ക ദിവസം വെള്ളമില്ല എന്ന് പറഞ്ഞ് പ്രശ്നമായപ്പോൾ റോഷി അഗസ്റ്റിനൊരു മീറ്റിംഗ് വിളിച്ചില്ല. അതിൻ്റെ പണി റോഷിക്ക് ഇടുക്കിയിൽ കിട്ടും. ഇടുക്കിയിലെ ഹിന്ദുക്കൾ അതിൻ്റെ പണി കൊടുക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണ് റോഷി അഗസ്റ്റിൻ അങ്ങനെ ചെയ്യാതിരുന്നതെന്ന് എനിക്കിപ്പോഴും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഒരു പള്ളിയിലായിരുന്നെങ്കിൽ, ഒരു മുസ്ലിം പള്ളിയിലായിരുന്നെങ്കിൽ, ഒരു ക്രിസ്ത്യൻ പള്ളിയിലായിരുന്നെങ്കിൽ ഇതുപോലൊരു ഉത്സവത്തിന് കുടിവെള്ളം മുടങ്ങിയാൽ റോഷി ആ സെക്കൻഡിൽ മീറ്റിംഗ് വിളിക്കില്ലേ? റോഷി അഗസ്റ്റിൻ എനിക്ക് പരിചയമുള്ള മന്ത്രിയാണ്. താങ്കൾ ചെയ്തത് ശുദ്ധ അസംബന്ധമാണ്. താങ്കൾ ആദ്യ ദിവസം താങ്കൾ മീറ്റിംഗ് വിളിക്കണമായിരുന്നു. ശ്രീ കരമന ജയൻ്റെ നേതൃത്വത്തിൽ BJPയുടെ ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള, ടൗൺ ജില്ലാ പ്രസിഡൻ്റായിട്ട് കരമന ജയൻ തലയിൽ കലവും വച്ചുകൊണ്ട് വാട്ടർ അതോറിറ്റി ഓഫീസിൻ്റെ മുന്നിൽ BJPക്കാരെ കൊണ്ട് സമരം ചെയ്യിച്ചില്ലേ? താങ്കളത് കണ്ടില്ലേ? BJP കൗൺസിലർമാർ സമരം ചെയ്തില്ലേ? KWയുടെ ഓഫീസുകൾ ഉപരോധിച്ചില്ലേ? താങ്കൾ ഇതൊന്നും അറിഞ്ഞില്ലേ? ഇലക്ഷൻ സമയത്ത് താങ്കൾ ജോസ് കെ മാണിയെ നന്നാക്കാൻ നടക്കുകയാണ്. KM മാണിയുടെ മകൻ ജോസ് കെ മാണിയെ നന്നാക്കി എങ്ങനെയെങ്കിലും റെഡിയാക്കി തോപ്പിച്ച് പാർട്ടിയിൽ ഒന്നാമനാവാൻ പറ്റുമോ എന്ന് ആലോചിക്കുകയാണ്. എൻ്റെ വിഷയം അതല്ല. ഞാൻ ജില്ലയിലേക്ക് വരാം. ആറ്റുകാലിലേക്കാണ് വിഷയം മാറിപ്പോരുന്നത്. ആറ്റുകാൽ പൊങ്കാല വന്നപ്പോൾ കുടിവെള്ളത്തിൻ്റെ ഈ പ്രശ്നം വളരെ രൂക്ഷമായി. അവസാനം കുറേ ടാങ്കർ ലോറിയിലൊക്കെ വെള്ളം എത്തിച്ച് വലിയ ഭഗീരഥ പ്രയത്നം രാജേഷും സംഘമൊക്കെ കൂടി ഇറങ്ങി നിന്നാണ് അത് വിജയിപ്പിച്ചത്. മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് മീറ്റിംഗ് വിളിച്ചു. പക്ഷെ കുടിവെള്ളക്ഷാമം വന്നപ്പോൾ മുഖ്യമന്ത്രി എവിടെ പോയി? ശിവൻകുട്ടി മീറ്റിംഗ് വിളിച്ചു. കുടിവെള്ളക്ഷാമം വന്നപ്പോൾ ശിവൻകുട്ടി എവിടെ പോയി? അത് കഴിഞ്ഞ് ശിവൻകുട്ടി വന്ന് ഇതിൻ്റെ മേന്മ ഞങ്ങൾ കഴിഞ്ഞ വർഷം നടത്തി, മുൻ മേയർ നിൽക്കുന്നു, മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഇതിൻ്റെ മേന്മ അടിക്കാൻ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നുണ്ട് ചാനലുകളിൽ. രണ്ടാമത് രാജേഷ് സംസാരിച്ചപ്പോൾ രാജേഷ് പറഞ്ഞു, സന്ധ്യയ്ക്ക് മുമ്പേ 2:30 മണിക്ക് പൊങ്കാല അടുപ്പിൽ നിവേദ്യം കഴിഞ്ഞാൽ 3 മണിയോടുകൂടി ആളുകൾ പോയി കഴിഞ്ഞാൽ സന്ധ്യയോടുകൂടി എല്ലായിടവും ക്ലീൻ ചെയ്യും. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. കാര്യം ക്ലീനിങ് തീർന്നത് രാത്രി വെളുപ്പാങ്കാലത്താണ്. അങ്ങനെ തീർക്കാൻ പറ്റുകയുള്ളൂ. പക്ഷെ മനോഹരമായിട്ട് നിങ്ങൾ തീർത്തു. രാവിലെ നോക്കുമ്പോൾ ഇന്നലെ രാവിലെ തിരുവനന്തപുരം നഗരം, ഇന്നലെ രാവിലെ ചുടുകല്ല് നിറഞ്ഞിരുന്നു. അതിന് തൊട്ട് മിനിയാന്ന് രാവിലെ എങ്ങനെയായിരുന്നു തിരുവനന്തപുരം നഗരം? അതിനേക്കാൾ മനോഹരമായിട്ടുണ്ട്. കാര്യം കൃത്രിമ മഴ കൂടി 10-200 ടാങ്കർ ലോറിയിൽ വെള്ളമടിച്ച് കൃത്രിമ മഴ കൂടി പെയ്ച്ച പോലെ വെള്ളം സ്പ്രേ ചെയ്ത് നഗരത്തിൽ വൃത്തിയാക്കിയപ്പോൾ ചെറിയ ഇട റോഡുകളിൽ കിടക്കുന്ന ചാമ്പലൊഴിച്ചാൽ മെയിൻ റോഡെല്ലാം വളരെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. കവടിയാർ റോഡാവട്ടെ, തമ്പാനൂരാവട്ടെ, ഈസ്റ്റ് ബോട്ടാവട്ടെ, മെയിൻ റോഡുകളെല്ലാം വളരെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ബാക്കിയെല്ലാം കുറച്ച് ചാമ്പലും ചപ്പും ചോറും കിടപ്പുണ്ട്, കരിയില്ല. അത് 2-3 ദിവസം കൊണ്ട് മഴയൊക്കെ പെയ്തങ്ങ് ക്ലീനാവും. പക്ഷേ രാജേഷ് അവിടെയും ക്ലീനിങ്ങിലും കുറേ കൂടി ഗ്രഹപാഠം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കുടിവെള്ളം കൊടുക്കുന്ന കാര്യത്തിൽ ക്ലീനിങ്, അതുപോലെ പാർക്കിംഗ് 400 രൂപ മുതൽ 1000 രൂപ വരെ പാർക്കിംഗ് വാങ്ങി എന്ന് പറയുന്നു, ഫീസ് വാങ്ങി. SMBയുടെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ PTA പ്രസിഡൻറ്റിനെയും PTA അംഗത്തെയും അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. അതും രാജേഷ് ഇടപെട്ടിട്ടാണ്. പക്ഷെ അങ്ങനെ ഇടപെടേണ്ടി വന്നു. അപ്പോൾ പാർക്കിങ്ങിനെ സംബന്ധിച്ചും ഒരു ഗ്രഹപാഠം നടന്നോ എന്ന് ആലോചിക്കണം. ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്തെന്നാൽ, BJP ഭരിക്കുമ്പോൾ BJP മനസ്സിലാക്കേണ്ടത് BJPയുടെ ഓഫീസിൽ, കോർപ്പറേഷൻ ഓഫീസിലെ സകല സ്റ്റാഫും LDFൻ്റേതാണ്, അല്ലെങ്കിൽ കുറച്ച് കോൺഗ്രസിൻ്റേതാണ്. സംസ്ഥാന സർക്കാരിൻ്റേതാണ് മറ്റ് സ്റ്റാഫുകളെല്ലാം. അവർ വിചാരിച്ചാൽ ഇനി വരുന്ന വർഷങ്ങളിലെ പൊങ്കാലകളെയും ഉത്സവങ്ങളെയും എല്ലാം അട്ടിമറിക്കാം. ഇത് രാജേഷ് മുൻകൂട്ടി കാണണം, മേയർ മുൻകൂട്ടി കാണണം. അതുകൊണ്ട് ആറ്റുകാൽ പൊങ്കാല
ദേവിയുടെ കാരുണ്യം കൊണ്ടോ ജനങ്ങളുടെ പ്രാർത്ഥന കൊണ്ടോ സ്ത്രീകളുടെ സമർപ്പണം കൊണ്ടോ ആത്മാർപ്പണം കൊണ്ടോ അല്ല ഇനി മേയറുടെ സംഘത്തിൻ്റെയും കഠിന പ്രയത്നം കൊണ്ടോ അത് ഭംഗിയായി നടന്നു, ഒരു പരുക്കുമില്ലാതെ കഴിഞ്ഞു. പക്ഷെ അപ്പോഴും കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഈ 8-9 വാർഡിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. അമൃത് പദ്ധതി നടപ്പിലാക്കിയ ജില്ലയാണിവിടെ, തലസ്ഥാന നഗരിയിൽ. ജപ്പാൻ കുടിവെള്ള പദ്ധതി പോയിട്ടുള്ളൊരു ജില്ലയാണ്. ധാരാളം കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കിയ ഒരു പട്ടണമാണ്, നഗരമാണ് തിരുവനന്തപുരം. 7x24 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും വെള്ളം കൊടുക്കുന്നത് ഏക നഗരം അല്ലെങ്കിൽ നഗരങ്ങളിൽപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളമെന്ന് വാട്ടർ അതോറിറ്റി അഭിമാനപൂർവ്വം രാജ്യത്താകെ പോയി പ്രചരിപ്പിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അവിടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വലിയ ടെൻഷനാണ് ഭരണകൂടങ്ങൾ ക്രിയേറ്റ് ചെയ്തത്. ആ ക്രിയേറ്റ് ചെയ്തതിൽ ഒന്നാമത്തെ പ്രതി കേരള ജലവിഭവ വകുപ്പാണ് എന്നത് പറയാതിരിക്കാൻ കഴിയില്ല. ആ വകുപ്പിൽ നിന്ന് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇത്രയും പോരാ, അങ്ങ് ചെയ്തത് കൊടിയ പാതകമാണ്. അത് അങ്ങ് ഒരു ക്രിസ്ത്യാനി കൂടി ആയതുകൊണ്ട് ഹിന്ദുക്കളുടെ മഹോത്സവം കാണാത്തതാണോ, അതോ പിന്നെ അങ്ങനെ തന്നെ ചോദിക്കേണ്ടി വരുന്നു, അതോ താങ്കൾ മേയറും സംഘവും BJP ആയതുകൊണ്ടാണോ തിരിഞ്ഞു നിന്നത്? താങ്കൾ എന്തായാലും ഉത്തരവാദിത്വം നിർവഹിച്ചില്ല. പക്ഷേ അവസാനം താങ്കൾ ചിലപ്പോൾ വാട്ടർ അതോറിറ്റിക്ക് നിർദ്ദേശം കൊടുത്തു കാണും. എന്തായാലും പരസ്യമായി മീറ്റിംഗ് വിളിക്കുകയും ആ പ്രശ്നത്തിൻ്റെ ഫ്രണ്ടിൽ കയറി നിൽക്കുകയും ചെയ്ത് പ്രശ്നം പരിഹരിച്ച് അതിൻ്റെ ഗോളടിക്കാമായിരുന്നു. അത് താങ്കൾ ചെയ്തില്ല. നേരത്തെ മുൻപ് NK പ്രേമചന്ദ്രൻ മന്ത്രിയായിരുന്നപ്പോഴാണ് കുമ്മി എന്ന് പറയുന്ന സ്ഥലത്ത്, അരുവിക്കരയ്ക്കടുത്തുള്ള കുമ്മി എന്ന് പറയുന്ന സ്ഥലത്ത് വെള്ളം പൊട്ടിയത്, പൈപ്പ് ലൈൻ പൊട്ടിയത്. എത്ര മണിക്കൂറാണ് മന്ത്രിയും മന്ത്രിയുടെ സ്റ്റാഫും അവിടെ പോയി ചിലവഴിച്ചതെന്നറിയാവോ? അതുപോലെ P. ജോസഫ് സാറിൻ്റെ കാലത്തും ചില പ്രതിസന്ധികൾ വന്നിരുന്നു ജലവുമായി ബന്ധപ്പെടുത്തി. വളരെ അടിയന്തരമായിട്ടാണ് അവർ ഇറങ്ങി നിന്ന് പണിയുന്നത്. അപ്പം ജലവിഭവ മന്ത്രിമാർ ഫീൽഡിലാണ് പണിയുന്നത്. അവർ വളരെ കൃത്യമായി പണിയുന്നുണ്ട്. ജലജീവ മിഷൻ പരാജയപ്പെടുത്തി കുളമാക്കി കുളം തോണ്ടിയിട്ടിരിക്കുന്നു, അത് വേറൊരു വിഷയം. അത് ഇതുമായി ബന്ധപ്പെടുത്തി പറയേണ്ട വിഷയമല്ല. താങ്കൾ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ തികഞ്ഞ പരാജയമാണോ എന്ന് ഞാനല്ല, കാലം വിലയിരുത്തട്ടെ. എന്തായാലും ജലജീവ മിഷനെ കുളിപ്പിച്ച് കിടത്തി, തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പദ്ധതി ആകെ താറുമാറാക്കി. അവസാനം ഇപ്പോൾ ഇതാ ആറ്റുകാൽ പൊങ്കാല വന്നപ്പോൾ അത് വളരെ മോശമായ രീതിയിലാണ് താങ്കൾ ഡീൽ ചെയ്തത്. അത് താങ്കൾ ശ്രദ്ധിക്കണം ഇനി മന്ത്രിയൊക്കെ ആവുകയാണെങ്കിലെന്ന്. അതേസമയം താങ്കൾക്കിനി സമയവുമില്ല. മേയറെ സംബന്ധിച്ചിടത്തോളം 1-ാം വർഷമായിട്ടേ ഉള്ളൂ. അടുത്ത വർഷങ്ങളിൽ മാലിന്യ സംസ്കരണം, പാർക്കിങ്, അതുപോലെ ഈ സ്ഥലം നിശ്ചയിക്കൽ, പാർക്കിംഗ് ഫീസ്, കുടിവെള്ളം, ഇത്തരം കാര്യങ്ങളിൽ വലിയ ഗ്രഹപാഠം ചെയ്യേണ്ടതുണ്ട്. ഇപ്രാവശ്യം താങ്കളുടെ സത്യസന്ധതയും ഭാഗ്യവും കൊണ്ട് രക്ഷപ്പെട്ടിരിക്കുകയാണ്.